മെയ് മാസത്തെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 1.53%, S&P 1.34%, ഡോ ജോൺസ് ഫ്ലാറ്റ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. അമേരിക്കൻ ബോണ്ട് ഈൽഡ് ഇടിഞ്ഞതിനെ തുടർന്നാണ് അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഒട്ടുമിക്ക ഇൻഡിസസുകളും ഓൾ ടൈം ഹൈക്ക് അടുത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് നിഫ്റ്റി 0.25% ഉയർന്ന് 23,322 ക്ലോസിംഗ് നൽകി. ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഉയരുകയും ചെയ്തു. ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ബൈയിങ് സൈഡിലായിരുന്നു. FIS 427 കോടിയുടെയും DIS 234 കോടിയുടെയും ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ പവർ. ടാറ്റ പവർ എന്ന കമ്പനി ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റ് ഇൻസ്റ്റോൾ ചെയ്ത് രാജ്യത്താകമാനം ബസ് ചാർജിംഗ് നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കാൻ ബസ് ചാർജിംഗ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. നെസ്ലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്, റോയൽറ്റി പേയ്മെൻറ്റ് 4.5% എന്ന നിരക്കിൽ കമ്പനി തുടരാൻ തീരുമാനിച്ചു എന്ന അപ്ഡേറ്റാണ്. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കാണ്. ആംബർ എൻ്റർപ്രൈസസ് ILJN ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയുടെ 4.6% സ്റ്റേക്കുകൾ 33 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ആൾറെഡി ആംബർ എൻ്റർപ്രൈസസ് ILJN എന്ന കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡറാണ്. കൂടാതെ ആംബർ എൻ്റർപ്രൈസസിന് ആവശ്യമായ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകൾ നിർമ്മിക്കുന്നതും ILJN എന്ന കമ്പനിയാണ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ഇൻജസ് ഫാർമസ്യൂട്ടിക്കൽസുമായി ചേർന്ന് ഒരു ലൈസൻസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ റെഡ്ഡീസ് USA ആണ് ഇൻജസ് ഫാർമസ്യൂട്ടിക്കലുമായി ചേർന്ന് ലൈസൻസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡുമായി ചേർന്ന് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൽ നിന്നും 250 മെഗാവാട്ട് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ, അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ 1340 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പീക്ക് അവറിലും ഓഫ് പീക്ക് അവറിലും ഗുജറാത്തിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് 250 മെഗാവാട്ട് എനർജി സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡറാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലഭിച്ചത്. വേൾപൂൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. HUL എന്ന ബ്രാൻഡിന് കീഴിലുള്ള സർഫ് എക്സലുമായി ചേർന്ന് വേൾപൂൾ ഇന്ത്യ എന്ന കമ്പനി 3 വർഷത്തെ മാർക്കറ്റിംഗ് പാക്ക് ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് 75 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആൾറെഡി 2452 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ എക്സൈഡ് ഇൻഡസ്ട്രീസ് എക്സൈഡ് എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയിൽ നടത്തിയിട്ടുണ്ട്. ശോഭ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. ശോഭ എന്ന കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ തീരുമാനിച്ചിട്ടുണ്ട്. 1651 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുക. ഉഷ മാർജിൻ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ തുടർച്ചയായ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നു. ഉഷ മാർട്ടിൻ്റെ പ്രൊമോട്ടറായ പീറ്റർ ഹൗസ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം ഷെയറുകളാണ് ജൂൺ 11 തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ വിറ്റഴിച്ചത്. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് NLCയുടെ സൈഡിൽ നിന്നും 939 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.